പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ. ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപിതയാണോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ 1-2 പേര് അതിനെപ്പറ്റി വിശദമായ ഒരു പഠനം ആവശ്യമാണ്, അതുകൊണ്ടൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മരണശേഷം മനുഷ്യൻ്റെ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? സഭാപ്രസംഗി പറയുന്ന പോലെ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോകണം. അവിടെ വെച്ച് ദൈവമാണ് തീരുമാനിക്കുന്നത് ഈ ആത്മാവ് എവിടെ പോകണം. പക്ഷേ സഭയുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിൻ്റെ തീരുമാനമായിട്ട് സഭ അത് കണക്കാക്കും. യാക്കോബ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഒന്നുകിൽ പാതാളത്തിൽ പോകും, അല്ലെങ്കിൽ പറുദീസയിലേക്ക് പോകും. സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ് കത്തോലിക്ക സഭയും മറ്റും വിശ്വസിക്കുന്നത്. മാതാവിൻ്റെ ആത്മാവും ശരീരവും സ്വർഗത്തിലാണ് എന്നാണ്. ശരീരമെന്ന് ഞാനിപ്പോൾ പറയുന്നത് മുഴുവനും ശരിയാണോ എന്ന് എനിക്കറിയില്ല. യാക്കോബായ വിശ്വാസം അനുസരിച്ച് ആത്മാവും ശരീരവും പറുദീസയിൽ വിശ്രമിക്കുന്നു എന്നാണ്. കാരണം സ്വർഗവും നരകവും ഒക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ് അനുഭവവേദ്യമായി തീരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തനത് വിധി എന്ന് കത്തോലിക്ക സഭ പറയുന്നുവെങ്കിലും ഒരു ദൈവനിശ്ചയമായിട്ട് തന്നെ 2 സഭയും കണക്കാക്കുന്നു. സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമോ? യോഹന്നാൻ 3:13 പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, അപ്പോൾ തന്നെ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ, അത്ര ബ്രാക്കറ്റ് കൊടുത്തിരിക്കുക കേട്ടോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് കർത്താവ് മനുഷ്യാവതാരം എടുത്തത്. അത് നമുക്കറിയാം. മനുഷ്യനായി, ദൈവവും മനുഷ്യനുമായി. അപ്പോൾ പിന്നെ അവിടെ പറയുന്നു സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. അപ്പം ഇറങ്ങി വരികയും ചെയ്തു, ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുകയും ചെയ്യണം. അത് ശരിയാണോ? ശരിയാണോ? കർത്താവ് സ്വർഗത്തിലായിരിക്കുമ്പോൾ തന്നെ ഭൂമിയിലുമാകാം. അവൻ സർവ്വവ്യാപിയാണ്, സർവശക്തനുമാണ്. തന്നെയല്ല, പുത്രൻ എപ്പോഴും പിതാവിൻ്റെ കൂടെ ഉണ്ട്. കാരണം പിതാവിൻ്റെ വചനമാണ് പുത്രൻ. പിതാവ് പറയുന്നത് പുത്രനിൽ കൂടിയാണ്. ആ പുത്രന് പിതാവിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന അവസ്ഥയില്ല. എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനും വ്യതിരിക്തമായ 2 വ്യക്തികളാണ് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ പുത്രന് ഭൂമിയിലുമായിരിക്കാം. ആ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇവിടെ മനുഷ്യപുത്രനെന്ന് കർത്താവ് തന്നെ സംബോധന ചെയ്യുമ്പോൾ ദൈവമല്ല എന്ന് വിചാരിക്കരുത്. ദൈവവും മനുഷ്യനും കൂടിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ദൈവ മനുഷ്യനായ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് മറിയാവിൻ്റെ ഗർഭത്തിൽ അവൻ ഉരുവായത്. ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധത്തിൽ യോജിച്ചിരിക്കുന്നു എന്ന് യാക്കോബായ സഭ. എന്നാൽ കത്തോലിക്ക സഭ ദൈവത്വവും മനുഷ്യത്വവും യേശുവിൽ വേർപെട്ടിരിക്കുന്നു.
പരസ്പരം ഒരിക്കലും യോജിച്ചല്ല ഇരിക്കുന്നതെന്നാണ്. ഇവിടെ നമ്മുടെ വിഷയം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ പിന്നെ ആരെങ്കിലും കയറി എന്നതിന് അർത്ഥമില്ല. കാരണം യോഹന്നാൻ 14:3 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കി പൂർത്തിയായാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാണ് യോഹന്നാൻ 14:3 പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. പിന്നെയും വന്നിട്ടേ ചേർക്കുള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി. രണ്ടാമത്തെ വരവിന് ശേഷമാണ് സ്വർഗം. അവിടെ വെച്ച് ന്യായവിധി, മധ്യാകാശത്തിൽ വെച്ച് ന്യായവിധി നടന്നതിന് ശേഷം മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഇപ്പോൾ കത്തോലിക്ക സഭയും പെന്തക്കോസ്ത് സഭയും മരിച്ചാൽ ഉടനെ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവനവിടെ ചെന്ന് കെട്ടിടം പണിയാണെന്നുള്ള അർത്ഥമാണോ? അല്ല. അവനിപ്പോഴും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. റോമർ 8:34 എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവിന് ആണിപ്പാടുകൾ കാണിച്ചുകൊണ്ട്. എന്താ അവൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, പിതാവേ, ഉടനെ യുഗാന്തി വരുത്തരുതേ, ഒരു ലോകാവസാനം വരുത്തരുതേ. നിൻ്റെയും എൻ്റെയും ജനത്തിന് ഒരു മാനസാന്തരപ്പെടുവാൻ സന്ദർഭം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥന നമ്മളനുസരിക്കുന്നുണ്ടോ? നമുക്ക് മാനസാന്തരം വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ക്രിസ്തീയ മൂല്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ചെറുപ്പക്കാരിൽ ഒരു ഭാഗം തന്നെ പള്ളിയിലേക്ക് കടക്കുന്നില്ല. ചിലരൊക്കെ വിദേശത്തേക്ക് പോയി. ഇവിടെ ക്രിസ്ത്യാനികളൊക്കെ രക്ഷയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം പീഡനങ്ങളും പ്രയാസങ്ങളും വന്നാലും നമ്മൾ സഹിച്ചു നിൽക്ക് കരുണീയമായിട്ടുള്ള. കാരണം കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതാണ്. പീഡനങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, മരണവും ഉണ്ടാവും. കർത്താവിന് വേണ്ടി ഭരിക്കുന്നതിനുള്ളൊരു ഭാഗ്യമായിട്ട് കരുതാം. ജനാഭാഗത്തേക്ക് പോകുന്നില്ല. സ്വർഗത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല. ദൈവമാതാവ് മരിച്ചു, ഖബറടക്കി. ഗത്സമൻ തോട്ടത്തിൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പിറ്റേ ദിവസം ചെന്ന് ഖബർ തുറന്നു നോക്കിയപ്പോൾ മാതാവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. പിറ്റേ ദിവസം ചെന്ന് ഖബർ തുറന്നു നോക്കുന്നത് മരിച്ച് 3 ദിവസത്തേക്ക് ശരീരത്തിൽ തൈലം പൂശുക എന്നുള്ളൊരു പതിവ് യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രീതി അനുസരിച്ചാണ് നമ്മൾ മൃതദേഹത്തിൽ തൈലം ഒഴിക്കുന്നത്. ഞാൻ പിന്നെ പറയാം. തൈലം പൂശാൻ വേണ്ടി സ്ത്രീകൾ പോയി കാണും. അവരോട് ചെന്ന് ഖബർ തുറന്നു നോക്കിയപ്പോൾ ഇന്നത്തെ പോലെ പണ്ടിട്ട് കൂടുകയല്ലല്ലോ, അത് നിങ്ങൾക്കറിയാം. ശരീരം കണ്ടില്ല. മാലാഖമാർ വന്ന് മറിയാവിൻ്റെ ശരീരത്തെയും എടുത്തുകൊണ്ടുപോയി പർദീസയിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചു എന്നൊക്കെയാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അവിടെ വിശ്വാസം അങ്ങനെയാണ്. പിന്നെ പർദീസയ്ക്ക് അവിടുന്ന് പോയി. പക്ഷേ ഈ പർദീസയും നരകവും സ്വർഗവും എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിൻ്റെ മടിയിൽ പാർപ്പിക്കണമേ
അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും മടി എന്ന് പറയുന്നത് പറുദീസയാണ്. തന്നെയുമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആത്മാവിന് മാത്രം സാധ്യമല്ല. കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് ശരീരവും ആത്മാവുമായിട്ടാണ്. ഉയർത്തെഴുന്നേറ്റാണ് അവൻ സ്വർഗത്തിലേക്ക് പോയത്. തേജസ്കരിക്കപ്പെടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. കർത്താവിനും പറ്റൂല. കർത്താവിന് പറ്റൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ തേജസ്കരണം ആവശ്യമാണ് സ്വർഗത്തിൽ പോകാനെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ അത് വ്യാഖ്യാനിക്കണം. കർത്താവിനൊന്നും സാധ്യമല്ല, പക്ഷെ അത് വേറെ കാര്യം. കർത്താവ് രീതിയോ നിയമമോ തെറ്റിച്ചോ ഒന്നും ചെയ്യില്ല. തേജസ്കരണം പ്രാപിക്കണം. കർത്താവിന് പറഞ്ഞിട്ടുണ്ട്, ജഡരക്തങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. സ്വാഭാവിക രക്തത്തിനും ശരീരത്തിനും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ സ്വാഭാവിക രക്തത്തിനും ശരീരത്തിനുമാണ് ഇരിക്കുന്നു, നമ്മൾ മരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ, കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്ക് പറ്റില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണോ അന്ന് സെമിട്രിയിൽ കിടക്കുന്ന നമ്മുടെ ശരീരത്തിൽ ആത്മാവ് തിരിച്ചു വന്ന് യോജിച്ച് തേജസ്കരിക്കപ്പെട്ട് മഹുദ്ധീകരിക്കപ്പെട്ട് രൂപാന്തരീകരിക്കപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ജീവനോടിരിക്കുന്നവർക്കും ഇങ്ങനെ തന്നെ സംഭവിക്കും. അവരും തേജസ്കരിക്കപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. അവിടെ വെച്ച് എന്തുണ്ടാവും? ന്യായവിധി ഉണ്ടാവും. ആ ന്യായവിധിക്ക് ശേഷമാണ് ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്തെല്ലാം എങ്ങനെയെല്ലാം പഠിപ്പിച്ചാലും ആത്മാവിന് മാത്രമായിട്ട് സ്വർഗം ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ സ്വർഗത്തിൽ പോകുന്നത് ആത്മാവും ശരീരത്തോടു കൂടിയാണ്. ഒരിക്കൽ ഞാൻ ഈയിടെ നിര്യാതനായ ബഹുമാനപ്പെട്ട വന്യനായ മൈക്കിൾ കാര്യമറ്റ കത്തോലിക്ക സഭയിലെ നല്ലൊരു വ്യാഖ്യാതാവാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം വ്യക്തമായൊരു മറുപടി തന്നില്ല. അദ്ദേഹം നിര്യാതനായതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും ധരിക്കണ്ട. അദ്ദേഹം പറഞ്ഞ ആത്മാവിനും മാത്രം ആനന്ദം അനുഭവിക്കാൻ സ്വർഗത്തിൽ പോകാം, ശരീരം വേണമെന്നില്ല എന്നാണ്. കാരണം അവരുടെ മതം പഠിപ്പിക്കുന്ന, അവരുടെ വിശ്വാസം അങ്ങനെയാണ്, സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. അത് വിട്ടാർക്കും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ആത്മാവിന് മാത്രം ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. അങ്ങനെ മരിച്ചാൽ ഉടനെ സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ പിന്നെ ന്യായവിധിയുടെ ആവശ്യം എന്താ? നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പായി നിൽക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 5:10 വ്യക്തമായിട്ട് പൗലോസ് പറയുന്നു, നാം എല്ലാവരും നിൽക്കണം. അപ്പോൾ മധ്യാകാശത്ത് വെച്ചുള്ള ന്യായവിധിയിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോണ്ടിരിക്കുന്നവർ തേജസ്കരിക്കപ്പെട്ട് അവരും മുകളിലേക്ക് ആകർഷിക്കപ്പെടുക. ഭൂമിയിലേക്ക് ആകർഷണമല്ല, അവിടെ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു. എങ്ങനെയാണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് മുകളിലേക്ക് പോയത്. മുകളിൽ നിന്ന് താഴേക്ക് സാധനങ്ങളെ വീഴുക പതിവ്. അതല്ലേ ഗുരുത്വാകർഷണ നിയമം, ഭൂമിയുടെ നിയമം അതാണ്. പക്ഷെ ഇവിടെ കർത്താവിനൊന്നും ബാധകമാണോ? കർത്താവ് പയ്യെ ഒലിവ് മലയിൽ വെച്ച് ശിഷ്യന്മാർ കാൽക്കെ പൊക്കി. ഈയിടെ ഒരു പാർശ്വ പറഞ്ഞു, 500 പേര് ഒന്നിച്ചു നിൽക്കാനെയും ശിഷ്യന്മാരുടെയും മുമ്പാകെ വെച്ചാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോയത്. എന്ത് മണ്ടത്തരൊക്കെ ആ പാർശ്വ പറയണം, പേരൊന്നും ഞാൻ പറയണില്ല. അദ്ദേഹം പറഞ്ഞത് 75% തെറ്റാണ്. പെന്തക്കോസ്തുകാരനാവണേ കുഴപ്പം അതല്ലേ. പെന്തക്കോസ്തുകാർക്ക് ഓരോരുത്തർക്കും അവരവരുടെ വ്യാഖ്യാനമാണ്, സഭയുടെ വ്യാഖ്യാനമല്ലോ. അവർക്ക് ഓരോ പ്രാദേശിക സഭകളാണ്, അതിൻ്റെ ഒരു തലവരുണ്ടാവും, അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതാണ് അവരുടെ വ്യാഖ്യാനം. പരിശുദ്ധമായി നിന്ന് വരുന്ന വ്യാഖ്യാനമല്ല അത്.
500 പേർക്ക് ഒന്നിച്ച് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, അത് ശരിയാണ്. സ്വർഗാരോഹണത്തിന് മുമ്പ് ഒന്നിച്ചെന്ന് പറയുമ്പോൾ അവർ ഒന്നിച്ച് കൂടിയിരിക്കുന്ന ഒരു സമ്മേളനത്തിൽ വെച്ചല്ല, ഒരിക്കലുമല്ല. അന്ന് 500 പേരെ ഒന്നിച്ച് കിട്ടാത്തുള്ളൂ, അത്ര എളുപ്പമല്ല. ഒരേ സമയം തന്നെ കർത്താവിന് 500 പേരുടെ സാന്നിധ്യം അനുഭവപ്പെടാം. കർത്താവിനൊന്നും അസാധ്യമല്ല. അല്ലാതെ ആ ഭാഷ പറയുന്ന പോലെ 500 പേര് ഒന്നിച്ച് ഒലിവലയിൽ ഈ സ്വർഗാരോഹണ സമയത്ത് വന്നിട്ടില്ല, സത്യം. അങ്ങനെയൊക്കെ ആളുകളെ പഠിപ്പിക്കുകയാണ്. അങ്ങേരോട് ഇപ്പോൾ ആരാ മറുപടി പറയണേ? അപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും മറിയാമിൻ്റെ ആത്മാവോ ശരീരമോ സ്വർഗത്തിലില്ല. ആത്മാവിന് മാത്രമായിട്ട് പറ്റൂല, ശരീരം ഉണ്ടായാലും പറ്റൂല. കാരണം ആത്മാവ് ശരീരം വേറെ പിരിച്ചിലാണ്. ന്യായവിധിയിൽ മാത്രമേ തേജസ്കരണം കിട്ടൂ. ന്യായവിധിക്ക് തൊട്ട് മുമ്പ് തേജസ്കരിക്കപ്പെട്ട് ആത്മാവും ശരീരവും യോജിച്ച് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ട് അവിടെ വെച്ച് ന്യായവിധി ഉണ്ടായി. അതിനുശേഷം സ്വർഗമോ നരകമോ. അപ്പോൾ പാതാളം പരദീസയും പോയിട്ട് ഇപ്പോൾ പാതാളത്തിലോ പരദീസയിലാണ്. പാതാളത്തിലായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നരകത്തിൽ ഇപ്പോൾ പോയി നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ആര് നരകത്തിൽ പോയി എന്ന് വിധിക്കാൻ നമ്മളാരുമല്ല. പക്ഷേ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പരദീസയിലും അല്ലാത്തവരുടെ ആത്മാക്കൾ പാതാളത്തിലുമാണ്. ഒരു പക്ഷേ പാതാളത്തിൽ കിടക്കുന്നവർ ചിലപ്പോൾ പരദീസയിലായിരിക്കും, നമുക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അവരുടെ ഇവിടുത്തെ ജീവിതം അനുസരിച്ചാണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ വിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപിത അല്ല എന്ന് തന്നെ പരിശുദ്ധ സഭ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.